ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്കുള്ള സന്ദേശം ഫുൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ചില കാര്യങ്ങൾ നമ്മൾ മായ സ്റ്റാറിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഇതേ ദിവസം സെയിം ഡേയിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വീക്ഷിക്കാവുന്നതാണ്. അതായത് 8ാം ഭാവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നഷ്ടങ്ങളുടെയും ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കാം. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക. ആര് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു, എവിടെ എങ്ങനെ എന്നുള്ളത് നോക്കിയല്ല ജീവിതം മുന്നോട്ടേക്ക് പോവേണ്ടത്. എനിക്കിത് പറ്റില്ല അല്ലെങ്കിൽ ഞാൻ റെഡിയല്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കാം. ഇപ്പോഴത്തെ ടൈം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളിത് എപ്പോഴാണ് കേൾക്കുന്നത്, ഇന്നേ ദിവസം എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ ഇതെപ്പോൾ കേൾക്കുന്നു അപ്പോഴത്തേക്കാണ്. അതൊരു ടൈംലെസ് റീഡിങ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റെഡിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭയത്തിൽ നിൽക്കാതിരിക്കുക. നിങ്ങൾ റെഡിയാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ പാഴ്വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു എങ്കിലും സ്വയമുള്ള വിശ്വാസത്തിലും ആ ഒരു പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസത്തിലും നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങൾക്ക് ചുറ്റും കഥകൾ മെനഞ്ഞ് നിങ്ങളെ ട്രാപ്പിലാക്കാൻ നോക്കുന്ന ആളുകൾ, അതായത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കാട്ടി അതന്ന് അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ട്, അതായത് ജീവിതത്തിൽ ഒരിക്കലും അബദ്ധം പറ്റിയെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അബദ്ധങ്ങൾ മാത്രമാണ് എന്നുള്ളതല്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആശയം കൊണ്ടുവരുമ്പോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ പണ്ട് നിങ്ങളത് ചെയ്തതോ നിങ്ങൾ അങ്ങനെ ബിസിനസ് നഷ്ടം വരുത്തിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തീരുമാനമെടുത്ത് നഷ്ടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ചൂണ്ടിക്കാട്ടി ഒരു പക്ഷെ നിങ്ങളെ തളർത്താൻ നോക്കിയാലും നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും. നിങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്കായിട്ട് നൽകുന്ന സന്ദേശം. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു.